PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഓപ്പറേറ്റീവ് ബാങ്ക്, ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് വാസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഡാഷ് വാസ് ദി മെമ്പർ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. AD ഗോർവാല, DR ഗാഡ്ഗിൽ, B വെങ്കിട്ടപ്പൈ, NSR ശാസ്ത്രി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, NSR ശാസ്ത്രി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിൽ 4 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. AD ഗോർവാല, DR ഗാഡ്ഗിൽ, B വെങ്കിട്ടപ്പൈ, NSR ശാസ്ത്രി. ഇതിൽ മെമ്പർ സെക്രട്ടറി ആയിരുന്നത് NSR ശാസ്ത്രിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 3 വോളിയംസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട് ആൻഡ് ടെക്നിക്കൽ റിപ്പോർട്ട്. കോർപ്പറേഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഈ കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തത് RBI 1951 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954. AD ഗോർവാലയായിരുന്നു ഹെഡ്. അതുകൊണ്ട് ഇതിനെ ഗോർവാല കമ്മിറ്റി എന്നും പറയുന്നു. അടുത്ത ചോദ്യം, ഇൻട്രഡക്ഷൻ ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം വാസ് എ റെക്കമെൻഡേഷൻ ഓഫ്. ഇൻട്രഡക്ഷൻ ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം വാസ് എ റെക്കമെൻഡേഷൻ ഓഫ് ഓപ്ഷൻസ്: ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ക്രാഫിക്കാർഡ് കമ്മിറ്റി, ലോ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ പറ്റിയുള്ള രണ്ടാമത്തെ ചോദ്യമാണിത്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റം മാത്രമല്ല, ഫോർമേഷൻ ഓഫ് SBI, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, നാഷണൽ കോഓപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ്, ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്, ഇതെല്ലാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി മാറിപ്പോകരുത്. ഈ ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തതും RBI തന്നെയാണ്. 1966 റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1969 B വെങ്കിട്ടപ്പയായിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ. വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിലും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയിലും അംഗമായിരുന്ന ആളാണ് B വെങ്കിട്ടപ്പൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. അടുത്ത ചോദ്യം, ദ ടേം ഫൈൻഡ് റാഫിഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റിപ്പോർട്ട് ഓഫ്. ദ ടേം ഫൈൻഡ് റാഫിഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റിപ്പോർട്ട് ഓഫ് മക്ലഗാൻ, ഡൂപ്പർനിക്സ്, നിക്കോൾസൺ, നൺ ഓഫ് ദിസ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസനെ 1892 മദ്രാസ് ഗവൺമെൻറ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കുകയും ജർമ്മനിയിലെ റേഫിഷൻ മോഡലിൽ ഉള്ള ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ ഹെഡായിരുന്നു, തലക്കെട്ടായിരുന്നു ഫൈൻഡ് റാഫിഷൻ എന്നത്. അപ്പം ഫൈൻഡ് റാഫിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രെഡറിക് നിക്കോൾസനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രെഡറിക് നിക്കോൾസനാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. റോബർട്ട് ഓവനാണ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ്. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. അടുത്ത ചോദ്യം, മിനിമം അഫിലിയേഷൻ ഫീ ആൻഡ് ആനുവൽ റിന്യൂവൽ ഫീ പേയബിൾ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. മിനിമം അഫിലിയേഷൻ ഫീ ആൻഡ് ആനുവൽ റിന്യൂവൽ ഫീ പേയബിൾ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഓപ്ഷൻസ്: ₹25, ₹50, ₹100, നൺ ഓഫ് ദീസ്. ഉത്തരം ഓപ്ഷൻ സി, ₹100. മിനിമം അഫിലിയേഷൻ ഫീസ് എത്രയാണ്? 100 രൂപയാണ്. 5000 രൂപയിൽ താഴെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്ന സൊസൈറ്റികൾ അഫിലിയേഷൻ ഫീസ് കൊടുക്കേണ്ടത് 100 രൂപയും പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ 40 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ 2000 രൂപയാണ്.
അപ്പം മിനിമം അഫിലിയേഷൻ ഫീസ് 100 രൂപയും മാക്സിമം 2000 രൂപയുമാണ്. ദ മാക്സിമം ബോറോവിംഗ് പവർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ആസ് പെർ ഡാഷ്. The maximum borrowing power of a cooperative society is fixed as per dash. Options: bylaws, KCS Act, KCS rules, none of these. ഉത്തരം ബൈലോസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം ബോറോവിംഗ് പവർ എത്രയാണെന്ന് ബൈലോയിൽ കൊടുത്തിട്ടുണ്ടാവും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ഗോട്ട് ദ സ്റ്റാറ്റസ് ഓഫ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഫ്രം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ഗോട്ട് ദ സ്റ്റാറ്റസ് ഓഫ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഫ്രം. Options: July 1969, July 1970, July 1966, none of these. ഉത്തരം ഓപ്ഷൻ സി, ജൂലൈ 1966. 1966 മാർച്ച് 1 RBIയുടെ അണ്ടറിൽ വന്നു. എന്നാൽ RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നത് 1966 ജൂലൈ 1 അപ്പം മാർച്ച് 1 ജൂലൈ 1 ഓപ്ഷനിലുണ്ടെങ്കിൽ മാറിപ്പോകരുത്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറിയത് 1966 ജൂലൈ 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് RBIയുടെ അടുത്തുനിന്ന് ബാങ്കിങ് സർവീസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് കിട്ടിയത് 1972 അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ഗോട്ട് ദ സ്റ്റാറ്റസ് ഓഫ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഫ്രം ജൂലൈ 1966. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത്, ദ ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വാസ് രജിസ്റ്റേർഡ് ഇൻ 1904 അറ്റ് ഡാഷ് ഓഫ് മദ്രാസ് പ്രൊവിൻസ്. ദ ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വാസ് രജിസ്റ്റേർഡ് ഇൻ 1904 അറ്റ് ഡാഷ് ഓഫ് മദ്രാസ് പ്രൊവിൻസ്. ഓപ്ഷൻസ്: കൊടുവായൂർ, കാഞ്ചീവരം, ഗുരുവായൂർ, നൺ ഓഫ് ദീസ്. ഉത്തരം ഓപ്ഷൻ ബി, കാഞ്ചീവരം. ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് മദ്രാസ് പ്രൊവിൻസിലാണ്. എവിടെയാണ്? കാഞ്ചീവരം. കാഞ്ചീവരം എന്ന സ്ഥലത്ത് 1904 ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ റീഓർഗനൈസ്ഡ് ആൻഡ് കൺവേർട്ടഡ് ആസ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ ദ റെസൊല്യൂഷൻ ഓഫ്. Large sized credit societies are reorganized and converted as service cooperative societies on the recommendation of Gorwala Committee, National Commission on Agriculture, National Development Council, none of these. Uttaram option C, National Development Council. ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ റീഓർഗനൈസ് ചെയ്തിട്ട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനിലാണ്. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ റെക്കമെൻഡ് ചെയ്തത് എന്താണ്? ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി. അടുത്ത ചോദ്യം, ലീഡ് ലിങ്ക് സ്കീം വാസ് ഫോർമുലേറ്റഡ് ബൈ NCDC, NDDB, നബാർഡ്, നൺ ഓഫ് ദീസ്. ലീഡ് ബാങ്ക് സ്കീം നമുക്കറിയാം RBI ആണ് കൊണ്ടുവന്നത്. ലീഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്ത ആരാണ്? NCDC ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലീഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്തത് NCDC, വർഷം 1976. ലീഡ് ബാങ്ക് സ്കീം 1969 RBI കൊണ്ടുവന്നു. ലീഡ് ലിങ്ക് സ്കീം 1976 NCDC ആണ് ഫോർമുലേറ്റ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ലേബർ ഫെഡ്. ഓപ്ഷൻസ്: എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം, കൊല്ലം. ലേബർ ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓപ്പറേഷൻ ഫ്ലഡ് സ്കീംസ് ആർ ഫിനാൻസ്ഡ് ബൈ NCDC, NDDB, നബാർഡ്, RBI. ഉത്തരം ഓപ്ഷൻ ബി, NDDB. ഓപ്പറേഷൻ ഫ്ലഡ് സ്കീമിന് ഫിനാൻസ് ചെയ്തത് NDDB ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് 1965 നിലവിൽ വന്നു. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നടപ്പിലാക്കിയത് NDDB ആണ്. NCDC Act was passed in the year 1963, 1962, 1961, 1966. ഉത്തരം ഓപ്ഷൻ ബി, 1962. NCDC നിലവിൽ വന്നത് 1963 മാർച്ച് 13 NCDC ആക്ട് വന്നത് 1962. ഡാഷ് വാസ് ദ ബേസിക് റീസൺ ഫോർ ദ സക്സസ് ഓഫ് റോക്ക്ഡെയിൽ പയനീസ്.
Dash was the basic reason for the success of Rockdale Pioneers. Options: formation of cooperative principles, industrial revolution, active price policy, all of this. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. റോക്ക്ഡെയിൽ പയനീഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യം സക്സസ് ആയ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഈ ഒരു സക്സസ്സിന് കാരണം അവർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തു എന്നാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യം ഫോർമുലേറ്റ് ചെയ്തത് റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ്. അത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ സക്സസ്സിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഫോർമേഷനാണ്. അടുത്ത ചോദ്യം, FDB വാസ് ദ ഹോൾസെയിൽ സൊസൈറ്റി ഇൻ ഡെൻമാർക്ക്, ഫ്രാൻസ്, ബെൽജിയം, ഇംഗ്ലണ്ട്. FDB ഏത് രാജ്യത്തെ ഹോൾസെയിൽ സൊസൈറ്റി ആയിരുന്നു? ഉത്തരം ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഹോൾസെയിൽ സൊസൈറ്റി ആയിരുന്നു FDB. FDB സ്റ്റാർട്ട് ചെയ്ത വർഷം 1896, 1896 FDB സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഡെൻമാർക്കിലെ ഹോൾസെയിൽ സൊസൈറ്റിയാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് എ ഫീച്ചർ ഓഫ് ജാപ്പനീസ് ഡാഷ് സൊസൈറ്റീസ്. Linking of credit with marketing is a feature of Japanese dash societies. Credit societies, processing societies, marketing societies, multi-purpose societies. ഉത്തരം ഓപ്ഷൻ ഡി, മൾട്ടി-പർപ്പസ് സൊസൈറ്റി. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജാപ്പനീസ് മൾട്ടി-പർപ്പസ് സൊസൈറ്റീസിൻ്റെ ഒരു ഫീച്ചറായിരുന്നു. ഡാഷ് പ്രിപ്പയർ ആൻഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് പ്ലാൻസ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് ട്രെയിനിങ്. Dash prepare and implement policies and plans relating to cooperative training. ICM, NCCT, Wamnicom, none of this. ഉത്തരം ഓപ്ഷൻ ബി, NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട പോളിസീസ് ആൻഡ് പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും. NCCT നിലവിൽ വന്നത് 1976 സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് NCCT നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUI ആണ്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരമാണ് NCCT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. NCCT എന്ന് പറയുന്നത് ഓട്ടോണമസ് സൊസൈറ്റിയാണ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരമാണ്. NCCTയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു DG കാർവേ. അപ്പോൾ 1/2/2019 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ കോർപ്പറേഷൻ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം.